Good morning. In the last class, we have discussed the binomial distribution, and today we are going to discuss Poisson distribution. Binomial distribution is used when you are dealing with repeated independent trials, each with the two possible outcomes of constant probability P for a hit and Q equal to 1 minus P for a miss, and is a typical of many applications. Uh, The Poisson distribution also describes the probability of obtaining a given number of success, but for situations in which the number of trials cannot be enumerated. Rather, it describes the situation in which discrete events occur in a continuum. Some examples are radioactive decay of long-lived isotopes, the number of telephone calls received by a switchboard in a given interval, the number of stars above a certain brightness in a particular area of the sky. ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് കുറേ കൂടെ ഒരു ലാർജ് നമ്പർ ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ഫൈനൈറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കേസിൽ അതുപോലെ നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങളൊരു പർട്ടിക്കുലർ പ്രോബ്ലം വരുമ്പോഴേക്കും അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. In the case of Poisson distribution, if a mean or average probability of an event happening per unit time or per page or per mile cycled etc. is given, and you are asked to calculate a probability of n events happening in a given time or number of pages or number of mile cycles, then the Poisson distribution is used. അപ്പോൾ ബൈനോമിയിലേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ്, അപ്പോൾ പോയിസൻ്റെ കേസിൽ നമ്മൾ പലപ്പോഴും മീൻ അല്ലെങ്കിൽ ആവറേജ് പ്രോബിലിറ്റിയാണ് പറയുന്നത്. പക്ഷേ ബൈനോമിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എക്സാക്ട് പ്രോബിലിറ്റി ഓഫ് അൻ ഇവൻ്റ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. ഇഫ് ആൻ എക്സാക്ട് പ്രോബിലിറ്റി ഓഫ് അൻ ഇവൻറ്റ് ഹാപ്പനിങ് ഈസ് ഗിവൺ ഓർ ഇംപ്ലൈഡ് ഇൻ ദി ക്വസ്റ്റ്യൻ ആൻഡ് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദി പ്രോബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ് ഹാപ്പനിങ് k ടൈംസ് ഔട്ട് ഓഫ് n, then the binomial distribution must be used. നമുക്ക് ഒന്ന് രണ്ട് ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഇത് പോയിസൺ വെച്ചിട്ടാണോ അതോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ളത്. ദി ഫസ്റ്റ് വൺ, എ ടൈപ്പിസ്റ്റ് മേക്സ് ഓൺ ആൻ ആവറേജ് 2 mistakes per page. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ പേജ് ഹാവിങ് നോ ഓർ എറേഴ്സ് ഓൺ ഇറ്റ്? അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റി, ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തേക്കുന്ന ആവറേജ് റേറ്റ് ആണ് അല്ലേ, അല്ലാതെ വി ഡോണ്ട് ഹാവ് ആൻ എക്സാക്ട് പ്രോബിലിറ്റി. അതായത് ഇപ്പം നമ്മളൊരു ഒരു പേജ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും അതിൽ എക്സാക്റ്റ് ഇയറിൻ്റെ പ്രോബിലിറ്റി 1/2 എന്നോ അങ്ങനെയൊന്നും നമുക്ക് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഓൺ ആൻ ആവറേജ് 2 mistakes per page എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആവറേജ് റേറ്റാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഏതായിരിക്കും? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ദി നെക്സ്റ്റ് വൺ ഈസ് എ കമ്പ്യൂട്ടർ ക്രാഷസ് ഓൺസ് എവറി 2 days ഓൺ ആവറേജ്. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ദർ ബീങ് 2 crashes ഇൻ 1 week? ഇവിടെ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും, ഇവിടെയും നമ്മൾ വീണ്ടും ഒരു ആവറേജ് റേറ്റാണ് തന്നിരിക്കുന്നത്, അല്ലാതെ എക്സാക്ട് പ്രോബിലിറ്റി അല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെയും ഇത് ഉപയോഗിക്കാം, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. ദി നെക്സ്റ്റ് വൺ ഈസ് കമ്പോണൻസ് ആർ പാക്ഡ് ഇൻ ബോക്സസ് ഓഫ് 20. ദി പ്രോബിലിറ്റി ഓഫ് എ കമ്പോണൻറ്റ് ബീങ് ഡിഫക്റ്റീവ് ഈസ് 0.1. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് എ ബോക്സ് കണ്ടെയ്നിങ് 2 defective components? ഇവിടെ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും, ഇവിടെ കൃത്യം എക്സാക്ട് പ്രോബിലിറ്റിയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദി പ്രോബിലിറ്റി ഓഫ് എ കമ്പോണൻറ്റ് ബീങ് ഡിഫക്റ്റീവ് ഈസ് 0.1. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏത് ഉപയോഗിക്കാം? ഇവിടെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. ദി നെക്സ്റ്റ് വൺ ഈസ് ദി മീൻ നമ്പർ ഓഫ് ഫാൾട്ട്സ് ഇൻ എ ന്യൂ ഹൗസ് ഇസ് 8. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബൈങ് എ ന്യൂ ഹൗസ് വിത്ത് എക്സാക്ട്ലി 1 fault? ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു മീൻ അല്ലെങ്കിൽ ഒരു ആവറേജ് ഫോൾട്ട് നമ്പറാണ് നമ്മൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും ഏത് തന്നെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ, പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മളിനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും, വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക്, അതായത് ലാർജ് നമ്പറാണ്. അതുപോലെ തന്നെ p ടെൻസ് ടു 0, ആ പ്രോബിലിറ്റിയുടെ വാല്യൂ വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ ആക്ച്വലി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ വെരി ഗുഡ് അപ്രോക്സിമേഷൻ ടു ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത്തരം കേസിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു കമ്പോണൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, നമ്മളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്കറിയാം ഇവിടെ പ്രോബിലിറ്റി 0.1 ആണ്. അപ്പോൾ ഒരു പ്രോബിലിറ്റിയുടെ വാല്യൂ വളരെ ചെറുതാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രയൽസ് അതിൻ്റെ എണ്ണം വളരെ, ഇപ്പോൾ ഇവിടെ ഒരു കേസിലൊരു ബോക്സിൽ 20 കമ്പോണൻസ് ആണ് പാക്ക് ചെയ്തത്. ആ 20 എന്നുള്ളത് ഒരു 200 or 2000 അങ്ങനെ ഒരു വലിയ ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ സെയിം പ്രോബ്ലം ഏത് വെച്ചിട്ടും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടും സോൾവ് ചെയ്യാം. സോ it is a limiting case. Poisson distribution is a very good approximation to the binomial distribution when n tends to infinity and p tends to 0.
അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രധാനമായി 2 അസംപ്ഷൻസ് ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ദി ഫസ്റ്റ് വൺ ഈസ് ദി ഇവൻറ്റ് റേറ്റ് ഈസ് സ്മോൾ ഇനഫ് ദാറ്റ് ദർ വിൽ ബി ഒബ്സർവേഷണലി ആക്സസിബിൾ ഇൻ്റർവെൽസ് ഇൻ വിച്ച് അറ്റ്മോസ്റ്റ് 1 ഇവൻറ്റ് ഒക്കേഴ്സ്. അതായത് ഇവിടെ ഇവൻറ്റ് റേറ്റ് ഈസ് നമ്മൾ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ കേസിൽ, അതായത് റേഡിയോ ആക്റ്റീവ് ഡീക്കേ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ലോങ് ലീവ്ഡ് ഐസോട്ടോപ്പ്, അതായത് ഐസോട്ടോപ്പിൻ്റെ കേസിൽ അതിൻ്റെ ഹാഫ് ലൈഫ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വളരെ ചെറിയ ഹാഫ് ലൈഫുള്ള ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡീക്കേ പ്രോസസ് നടക്കും. അതല്ല നിങ്ങളുടെ ഹാഫ് ലൈഫ് വളരെ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഇവൻറ്റ് റേറ്റ് എന്ന് പറയുന്നതായിരിക്കും വളരെ ചെറിയൊരു ഇവൻറ്റ് റേറ്റ് ആയിരിക്കും ഉള്ളത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു 30 മിനിറ്റ് ഇൻ്റർവെല്ലൊക്കെ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു സാമ്പിളായിരിക്കും ചിലപ്പോൾ ഡീക്കേ ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ അത്തരം കേസിൽ ദർ വിൽ ബി ഒബ്സർവേഷണലി ആക്സസിബിൾ ഇൻ്റർവെൽസ് ഇൻ വിച്ച് അറ്റ്മോസ്റ്റ് 1 ഇവൻറ്റ് ഒക്കേഴ്സ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും വളരെ ഹാഫ് ലൈഫ് വളരെ കൂടുതലുള്ള ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ കേസിലുള്ള ഡീക്കേ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അതിനെ പല ഇൻ്റർവെൽസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 30 മിനിറ്റുള്ള ഇൻ്റർവെൽസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത്തരം ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഇതിൽ ഒറ്റ ഇവൻറ്റ് ആയിരിക്കും നടക്കാനുള്ള സാധ്യത, ഒരു ഡീക്കേ മാത്രമേ നടക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് അസംപ്ഷൻ, that is the event rate is small enough that there will be observationally accessible intervals in which at most 1 event occurs. The second one is the total number of events is small enough that it is useful to model their occurrence by a discrete probability distribution. അപ്പോൾ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞതാണ്, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് here discrete events occurs in a continuum. നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ് വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ മോഡൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ലൈക്ക് പി എൻ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഫോർ ഒബ്സർവിങ് എക്സാക്ട്ലി എൻ ഇവൻറ്റ്സ് ഓക്കർ ഇൻ എ ടൈം ടി. അപ്പോൾ നിങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോണം. അതായത് നമ്മൾ പ്രോബബിലിറ്റിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എൻ ഇവൻറ്റ്സ് ടി എന്ന് പറയുന്ന ടൈമിൽ ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ പി എൻ ഓഫ് ടി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ അടുത്ത മ്യൂ ഡി ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഫോർ 1 ഇവൻറ്റ് ഒക്കറിങ് ഇൻ എ ഷോർട്ട് ടൈം ഇൻ്റർവൽ ഡി ടി. ആൻഡ് ഹിയർ മ്യൂ ഇസ് ദി കോൺസ്റ്റൻറ്റ് സച്ച് ദാറ്റ് മ്യൂ ഡി ടി ഇസ് ലെസ് ദാൻ 1. ഇവിടെ ഇതിനർത്ഥം മ്യൂവിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആകണമെന്നല്ല എൻ്റെ മീനിങ്. നിങ്ങളൊരു വളരെ ഷോർട്ട് ഇൻ്റർവൽ ഡി ടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ മ്യൂ ഡി ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1 ആണ്. അപ്പം മ്യൂ ഡി ടി എന്ന് പറയുന്നത് ഒരു ഡി ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിൽ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ മ്യൂ ഡി ടി എന്ന് പറയുന്നത്. Okay, now we are in a position to set up a recursion relation for the probability Pn of t of observing n counts during a time interval t. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളിപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, ഡി കെ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പി എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറയുന്ന ടൈമിൽ എൻ ഇവൻറ്റ്സ് എൻ ഡി കേസ് നടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ പി എൻ ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ എനി എൻ ഗ്രേറ്റർ ദാൻ 0 ദി പ്രോബബിലിറ്റി പി എൻ ഓഫ് ടി പ്ലസ് ഡി ടി എന്ന് പറയുമ്പോൾ എന്താണ്? ടി പ്ലസ് ഡി ടി എന്ന് പറയുന്ന ടൈമിൽ എൻ ഇവൻറ്റ്സ് ഒക്കർ ചെയ്യാനുള്ള എൻ ഡി കേസ് ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ പി എൻ ഓഫ് ടി പ്ലസ് ഡി ടി എന്ന് പറയുന്നത്. So the probability Pn of t plus dt is composed of 2 mutually exclusive events. The first one is n particles are emitted in the time t, none in dt, or n minus 1 particles are emitted in time t and 1 in dt. അല്ലേ? അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് n ഇവൻറ്റ്സ് എത്ര ടൈമിനുള്ളിൽ ടി പ്ലസ് ഡി ടി ടൈമിൽ ഒക്കർ ചെയ്യുന്നു. n ഡി കേസിനെ നിങ്ങൾ ടി പ്ലസ് ഡി ടി എന്ന് പറയുന്ന ടൈമിൽ ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അതിനെയാണ് നമ്മൾ പി എൻ ഓഫ് ടി പ്ലസ് ഡി ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കി എഴുതാം. അതായത് നിങ്ങൾ ടി പ്ലസ് ഡി ടി എന്ന് പറയുന്ന ടൈമിൽ നിങ്ങൾ മൊത്തത്തിൽ എൻ ഇവൻറ്റ്സിനെ ഒബ്സർവ് ചെയ്യുന്ന പറഞ്ഞാൽ ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ടി ടൈമിൽ എൻ ഇവൻറ്റ്സിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു, എൻ ഡി കേസ് ഒബ്സർവ് ചെയ്യുന്നു. പിന്നീടുള്ള ഡി ടി ടൈമിൽ അപ്പോൾ എന്തില്ല, ഡി കേസ് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴേക്കും ടി പ്ലസ് ഡി ടി എന്ന് പറയുന്ന ടൈമിലുള്ള മൊത്തം ഡി കേസ് എന്ന് പറയുന്നത് n + 0 n ആണ്. അല്ലെങ്കിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ടി എന്ന് പറയുന്ന അത്രയും ടൈമിനുള്ളിൽ n - 1 ഡി കെ ഒബ്സർവ് ചെയ്യുന്നു.
അതേസമയം അടുത്ത ഡി ടി ടൈമിൽ നിങ്ങൾ 1 DK ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ടോട്ടൽ നമ്പർ ഓഫ് DKs എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് n തന്നെയാണ് അല്ലേ? n-1 + 1 എന്ന് പറഞ്ഞാൽ n തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും t+dt ടൈം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ ടി ടൈമിൽ n DKs നടക്കാം, അല്ലെങ്കിൽ ടി ടൈമിൽ n-1 DKയും പിന്നീടുള്ള ഡി ടി ടൈമിൽ 1 DK നടക്കാം. രണ്ട് കേസിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് t+dt ടൈമിൽ n DKs തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബിലിറ്റീസിനെ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? കാരണം ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മൾ എന്താണ് t+dt ടൈമിൽ, സോ t+dt ടൈമിൽ n ഇവൻറ്റ്സിനെ ഒക്കർ ചെയ്യാനുള്ള n DKs ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഈസ് Pn of n+dt. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ്. ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ടി ടൈമിൽ n ഇവൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ടി ടൈമിൽ n ഇവൻറ്റ്സ്, അതുകൊണ്ട് തന്നെ ടി ടൈം n ഇവൻറ്റ്സ് Pn of t. അതിൻ്റെ കൂടെ അടുത്ത ഡി ടി ടൈമിൽ നമ്മൾ ഇവൻറ്റ്സ് ഒന്നും ഒബ്സർവ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പ്രോബിലിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് നിങ്ങളിവിടെ അടുത്ത ഡി ടി ടൈമിൽ 0 DKs ആണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് Pn of t × P0 of dt ആയിരിക്കും. ഇതുപോലെ അടുത്ത മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആയതുകൊണ്ട് അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ എന്ന് പറയുന്നത് n-1 പാർട്ടിക്കിൾസ് ആണ് ടി ടൈമിൽ DK ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഇവിടെ ടി ടൈമിൽ DK ചെയ്തത് n-1 പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ P of n-1 × t ആണ്. അടുത്തത് ഡി ടി ടൈമിൽ 1 DK നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കേസിൽ നിങ്ങൾ ഡി ടി എന്ന് പറയുന്ന ടൈം കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഇവിടെ 1 DK ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രീതിയിലൊരു റിക്കർഷൻ റിലേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. Pn of t+dt = Pn of t × P0 of dt plus Pn-1 t × P1 of dt. ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം തന്നെ ഒരു അസംപ്ഷൻ പറഞ്ഞതാണ്, നിങ്ങൾ ഡി ടി ടൈമിൽ 1 ഇവൻറ്റിൻ്റെ ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി നമ്മൾ എത്രയായിട്ടാണ് എടുത്തത്? μ/dt ആയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ 1 ഇവൻറ്റ് എത്ര ടൈമിൽ? ഡി ടി ടൈമിൽ 1 ഇവൻറ്റിനെ ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി നമ്മൾ μ/dt ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ P1 of dt വരെ എത്ര കൊടുക്കാം? μ/dt കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഒരു ഡി ടി ടൈമിൽ 1 ഇവൻറ്റിനെ ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് μ/dt. അങ്ങനെയാണെങ്കിൽ ഡി ടി ടൈമിൽ 0 ഇവൻറ്റ്സിനെ ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും? കാരണം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾ ഡി ടി ടൈം കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഒന്നുകിൽ 1 DK നടക്കാം, അല്ലെങ്കിൽ 1 DK നടക്കാതിരിക്കാം. രണ്ട് ഓപ്ഷൻസ് ആണ് ആകെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ പ്രോബിലിറ്റി ഒന്നുകിൽ നിങ്ങൾ DK ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ DK ഒബ്സർവ് ചെയ്യുന്നില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ പ്രോബിലിറ്റി 1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും, അതായത് 1 DK നിങ്ങൾ ഡി ടി ടൈമിൽ ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ 1 DKയും ഒബ്സർവ് ചെയ്യുന്നില്ല, 0 DKs ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ P1 of dt നിങ്ങൾ μ/dt ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും P0 dt വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് 1 - P1 of dt. എല്ലാ P1 of dt വരെ നിങ്ങൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 - μ/dt ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Pn of t ഡിവൈഡ് ബൈ dt വാല്യൂ എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു Pn of t-യിലുള്ള ഒരു ചെറിയ വേരിയേഷൻ, അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? Pn of t+dt മൈനസ് Pn of t അല്ലേ? ഡി ടി എന്ന് പറയുന്ന ടൈമിൽ ഈ പറയുന്ന Pn എന്ന ഈ ഒരു പ്രോബിലിറ്റി ഫംഗ്ഷൻ വരുന്ന വേരിയേഷനെ നമുക്ക് വേണമെങ്കിൽ Pn of t+dt മൈനസ് Pn of t എന്ന് എഴുതാം. അപ്പോൾ ഡിവൈഡ് ബൈ dt ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു Pn of t+dt വരെ നമ്മൾ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് Pn of t P0 of dt പ്ലസ് Pn-1 of t P1 of dt മൈനസ് Pn of t and divide by dt. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ ടേംസിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ Pn of t കോമൺ എടുക്കാം. Pn of t കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് Pn of t ഇൻറ്റു ഫസ്റ്റ് ടൈമിൽ കിട്ടുന്നത് P0 dt മൈനസ് 1 പ്ലസ് Pn-1 of t ഇൻറ്റു P1 of dt ഡിവൈഡ് ബൈ dt ആണ്.
ഇവിടെ നോക്കി P0 of dt minus 1. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മൾ P1 of dt യും P0 dt യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ P0 dt minus 1 എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, ഈ P1 of dt റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് P1 of dt പ്ലസ് ഇവിടെ ഓൾറെഡി ഒരു Pn of t ഉണ്ട് പ്ലസ് Pn minus 1 of t ഇൻറ്റു P1 of dt എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡിവൈഡ് ബൈ dt ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ P1 of dt ക്ക് വരെ എത്ര കൊടുക്കാം? P1 of dt എന്ന് പറയുന്നത് dt ടൈമിൽ 1 ഇവൻറ്റ് ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ mu dt ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ mu dt എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ dt രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി കിട്ടുന്നത് ഫസ്റ്റ് ടൈമിൽ നമുക്ക് കിട്ടുന്നതിന് ഇത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ ടൈമിലാണെങ്കിൽ mu dt-യിൽ dt ക്യാൻസൽ ആയി പോയാൽ ബാക്കിയുള്ള mu ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ mu Pn minus 1 of t മൈനസ് mu Pn of t എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇതാണ് Pn of t by dt യുടെ വാല്യൂ. സോ വി ഗെറ്റ് ദി റിക്കർഷൻ റിലേഷൻ dPn of t by dt equal to mu into Pn minus 1 of t minus mu into Pn of t. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു 0 ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു റിക്കർഷൻ റിലേഷനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം? അപ്പോൾ n ഈക്വൽ ടു 0 ആകുമ്പോഴേക്കും ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് dP0 of t by dt ആകും. ഓക്കെ, അപ്പം P0 of t എന്ന് പറയുന്നത് t ടൈമിൽ 0 ഇവൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ P0 of t എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈമിൽ ഇത് P of minus 1 t ആകും, അതൊരു മീനിങ്ലെസ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈം നെഗ്ലക്റ്റ് ചെയ്യാം. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് mu ഇൻറ്റു P0 of t ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് P0 of t യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. നമുക്കിതിനെ സെയിം ടൈം, അതായത് dP0 of t by P0 of t, അതുപോലെ അടുത്ത dt റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും നമുക്കിതിനെ മൈനസ് mu dt ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്? 1/x ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ log x ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നത് log P0 of t will be equal to, ഇവിടെ വിത്ത് റെസ്പെക്ട് ടൈമിലാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് mu t പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ c. നിങ്ങൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ഒരു എക്സ്പെൻഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? P0 of t യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു സം എക്സ്പൊണൻഷ്യൽ മൈനസ് mu t. നമുക്ക് വേണമെങ്കിൽ ഇതിന് റേസ്ഡ് c എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ റേസ്ഡ് മൈനസ് mu t പ്ലസ് c എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും P0 of 0യുടെ വാല്യൂ എത്രയായിരിക്കും? P0 of 0 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ടൈമിന് വരെ നമ്മൾ 0 ആണ് സെറ്റ് ചെയ്തത്, എന്നിന് വരെ 0 സെറ്റ് ചെയ്തത്. അതായത് 0 ടൈമിൽ 0 ഡീക്കേസ് ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് P0 of 0 എന്ന് പറയുന്നത്. അപ്പോൾ 0 ടൈമിൽ 0 ഡീക്കേസ് ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഓഫ് കോഴ്സ് നിങ്ങൾ ടൈമിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അവിടെ ഡീക്കേസ് നടക്കില്ല. സോ ഇറ്റ് ഈസ് സർട്ടൺ ദാറ്റ് നോ ഇവൻറ്റ്സ് ആർ ഒബ്സർവ്ഡ് ഇൻ ആൻ ഇൻ്റർവൽ ഓഫ് 0 ലെങ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സർട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂ എത്ര കൊടുക്കാം? 1 കൊടുക്കാം. 0 ടൈമിൽ എന്തായാലും ഡീക്കേസ് നടക്കില്ല, അതുകൊണ്ട് തന്നെ P0 of 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടിക്ക് വരെ 0 കൊടുക്കുമ്പോഴേക്കും P0 of 0യുടെ വാല്യൂ 1 ആകണമെങ്കിൽ ഈ ഒരു കോൺസ്റ്റൻ്റെ വാല്യൂ എന്താകണം? ഈ കോൺസ്റ്റൻ്റെ വാല്യൂ 0 ആകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് P0 of tയുടെ വാല്യൂ എത്രയായിട്ട് കിട്ടുന്നു? റേസ്ഡ് മൈനസ് mu t ആയി കിട്ടും. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? P1 of tയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇതിലെന്ത് ചെയ്താൽ മതി? ഇതിൽ നിങ്ങൾക്ക് എന്നിന് പകരം 1 കൊടുക്കുമ്പോഴേക്കും നമുക്ക് dP1 of t by dt ഈക്വൽ ടു mu ഇൻറ്റു n ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഈ ടൈം എന്താകും? P0 of t ആകും. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് mu ഇൻറ്റു P1 of t ആകും. നിങ്ങൾ ഓൾറെഡി P0 of tയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നിങ്ങൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നു, ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കണ്ടെത്തുമ്പോഴേക്കും നമുക്കിതിൽ നിന്നും ഇതിൻ്റെ വാല്യൂ കിട്ടും. P1 of tയുടെ വാല്യൂ കിട്ടും. നമുക്ക് കിട്ടുന്ന P1 of tയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു mu t ഇൻറ്റു റേസ്ഡ് മൈനസ് mu t ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് P2 of t, P3 of t ഇങ്ങനെ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കും ജനറലായിട്ട് നമ്മൾ Pn of tയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് വിൽ ബി mu t ദി ഹോൾ റേസ്ഡ് n ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു റേസ്ഡ് മൈനസ് mu t ആയിരിക്കും Pn of tയുടെ വാല്യൂ. ഈ രീതിയിൽ നമുക്ക് ഈ റിക്കർഷൻ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് Pn of tയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് നമ്മുടെ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.
ആൻഡ് നമ്മളിത് മ്യൂറ്റിയുടെ ടൈമിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതല്ല നിങ്ങൾ മ്യൂറ്റിയെ മ്യൂ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള പ്രോബിലിറ്റിയുടെ ഫംഗ്ഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ മ്യൂറ്റിയെ മ്യൂ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് പി ഓഫ് എൻ എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള പ്രോബിലിറ്റിയുടെ ഇക്വേഷനാണ് പി ഓഫ് എൻ ഈക്വൽ ടു മ്യൂ റേസ്ഡ് എൻ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് മ്യൂ. അതല്ല നിങ്ങൾ നമ്മുടെ റാൻഡം വേരിയബിളിൻ്റെ ടൈമിൽ എഴുതുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ, നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ ഈക്വൽ ടു മ്യൂ റേസ്ഡ് എൻ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് മ്യൂ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഇതിന് ഏതൊക്കെ വാല്യൂസ് അസൈൻ ചെയ്യാം. ക്യാൻ ടേക്ക് വാല്യൂ 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സോ ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോർ ദി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ ഈക്വൽ ടു മ്യൂ റേസ്ഡ് എൻ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് മ്യൂ. ഇത് നോർമലൈസ്ഡ് ആണെന്ന് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ് ടോട്ടൽ പ്രോബിലിറ്റി പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര വരാം. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്താൽ അതിൻ്റെ സമേഷൻ എടുത്താൽ മതി. അപ്പോൾ സമേഷൻ എടുക്കുമ്പോഴേക്കും നമ്മുടെ റൈറ്റ് സൈഡിൽ മ്യൂ റേസ്ഡ് എൻ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് മ്യൂ ആണ്. നിങ്ങൾ എന്നിലാണ് സമേഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ഇത് ഇ റേസ്ഡ് മൈനസ് മ്യൂ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തെടുക്കാം ഇ റേസ്ഡ് മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ എൻ മ്യൂ റേസ്ഡ് എൻ ബൈ എൻ ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇത് നിങ്ങൾ സമ്മേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈം വിൽ ബി ഈക്വൽ ടു മ്യൂ റേസ്ഡ് 1 ബൈ 1 ഫാക്ടോറിയൽ. അടുത്തതെന്ന് പറഞ്ഞാൽ മ്യൂ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അടുത്ത് കിട്ടുന്നത് മ്യൂ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഈ റേസ്ഡ് എക്സിൻ്റെ എക്സ്പ്രഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇവിടെ ഈ റേസ്ഡ് മ്യൂ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇ റേസ്ഡ് മൈനസ് മ്യൂ പ്ലസ് മ്യൂ എന്ന് പറഞ്ഞാൽ ഇ റേസ്ഡ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അതുകൊണ്ട് തന്നെ ഇത് നോർമലൈസ്ഡ് ആണ്. അപ്പോൾ അതിൽ സംശയമൊന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള മീൻ വാല്യൂയും വേരിയൻസും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു കാൽക്കുലേറ്റ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്, അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എത്രയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ എൻ ഇൻറ്റു പി ഓഫ് എൻ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എൻ ഇൻറ്റു പി ഓഫ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എൻ ഇൻറ്റു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള പ്രോബിലിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ റേസ്ഡ് എൻ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് മ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇ റേസ്ഡ് മൈനസ് മ്യൂവിനെ നമുക്കൊരു സമേഷന് പുറത്തെടുക്കാം. ബാക്കി വരുന്നത് സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ഇവിടെ ഒരു മ്യൂ റേസ്ഡ് എൻ ഉണ്ട്. ഇവിടെ നോക്കിയത് എൻ ബൈ എൻ ഫാക്ടോറിയലാണ്. അപ്പോൾ എൻ ബൈ എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് 1, എൻ മൈനസ് 2 എക്സെട്ര അപ് ടു 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ എൻ ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് എന്താകും, എൻ ബൈ എൻ ഫാക്ടോറിയൽ നമുക്ക് എൻ മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഈ മ്യൂ റേസ്ഡ് എൻ ബൈ എൻ മൈനസ് 1 ഫാക്ടോറിയലാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അതിൻ്റെ ഒരു സീരീസ് ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ എൻ ഈക്വൽ ടു 1 ആകുമ്പോഴേക്കും ഇത് എന്താകും, മ്യൂ ബൈ 1 മൈനസ് 1 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. എൻ ഈക്വൽ ടു 2 ആകുമ്പോഴേക്കും ഇത് എന്താകുന്നു, ഇത് മ്യൂ സ്ക്വയർ ബൈ 1 ഫാക്ടോറിയലാണ്. അടുത്ത് വരുമ്പോഴേക്കും ഇത് മ്യൂ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഈ രീതിയിൽ എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇതിൽ നിന്ന് ഞാനൊരു മ്യൂ കോമൺ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മ്യൂ എടുത്താൽ ബാക്കി കിട്ടുന്നത് 1 പ്ലസ് മ്യൂ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇവിടെ 2 ഫാക്ടോറിയലാണ്, മ്യൂ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് മ്യൂ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ എക്സ്പാൻഷൻ ആണ്, നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയതാണ്. ഇത് ഇ റേസ്ഡ് മ്യൂവിൻ്റെ എക്സ്പാൻഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഇ റേസ്ഡ് മ്യൂ എന്ന് കൊടുത്താൽ ഇ റേസ്ഡ് മ്യൂ, അപ്പോൾ നമുക്ക് ഇതിനെ ഇ റേസ്ഡ് മൈനസ് മ്യൂ ഇ റേസ്ഡ് മ്യൂ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ്ഡ് 0 ഇൻറ്റു മ്യൂ, അതായത് ഇ റേസ്ഡ് 0 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് മ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് എത്ര കിട്ടും, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മ്യൂ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇവിടെ നിങ്ങൾ സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇത് നിങ്ങൾ എൻ സ്ക്വയർ ആകും. അപ്പോൾ എൻ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പി ഓഫ് എന്നിന് വാല്യൂ കൊടുക്കുമ്പോഴേക്കും ഇ റേസ്ഡ് മൈനസ് മ്യൂ പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ്ഡ് മൈനസ് മ്യൂ
sigma n equal to 1 to infinity n square ബാക്കി വരുന്നത് എന്താണ് mu raised to n by n factorial ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു n n factorial കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് e raised to minus mu sigma n equal to 1 to infinity mu raised to n ഇവിടെ n minus 1 factorial ആണ്. ഈ ഒരു n സ്ക്വയറിലെ ഒരു എന്നും ഈ n ഫാക്ടറിൽ ഒരു എന്നും കൂടെ ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ n മൈനസ് 1 ഫാക്ടറിൽ വരും. പക്ഷേ ഇവിടെ വീണ്ടും നമുക്കൊരു n ബാക്കിയുണ്ട്. ഇതിനെ ഞാൻ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. It is equal to e raised to minus mu into sigma n equal to 1 to infinity. ഇത് n by n minus 1 factorial ആണ്. അപ്പോൾ n by n minus 1 factorial വേണമെങ്കിൽ n minus 1 plus 1 divided by n minus 1 factorial into mu raised to n എന്ന് എഴുതാം. ഇവിടെ മൈനസ് 1 പ്ലസ് 1 എന്ന് പറയുന്നത് 0 തന്നെയാണ്. അതുകൊണ്ട് ഒരു വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ n മൈനസ് 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ അവിടെ നമുക്ക് n മൈനസ് 1 ഫാക്ടോറിയലിനെ n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 എക്സെട്ര അപ് ടു 1 വരെ എഴുതാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം n മൈനസ് 1ഉം n മൈനസ് 1ഉം ക്യാൻസൽ ആയി പോയാൽ ബാക്കി കിട്ടുന്നത് എന്തായിരിക്കും? n മൈനസ് 2 മുതൽ അങ്ങോട്ടുള്ള ടേംസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു മ്യൂ റേസ്ഡ് n കൂടിയുണ്ട്. അപ്പോൾ ഇത് മ്യൂ റേസ്ഡ് n. ഇതുപോലെ രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ തന്നെയാണ്. അപ്പോൾ അതിൽ വേറെ ഒന്നും റീഅറേഞ്ച് ചെയ്യാനില്ല. അപ്പോൾ മ്യൂ n ബൈ n മൈനസ് 1 ഫാക്ടോറിയലാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സമ്മേഷൻ ഒരു സീരീസിലേക്ക് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇത് മ്യൂ റേസ്ഡ് n ബൈ n മൈനസ് 2 ഫാക്ടോറിയലാണ്. അപ്പോൾ n ഈക്വൽ ടു 1 ആകുമ്പോഴേക്കും ഇത് മൈനസ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. n ഈക്വൽ ടു 2 മുതലേ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. n ഈക്വൽ ടു 2 ആകുമ്പോഴേക്കും ഇത് മ്യൂ സ്ക്വയർ ആകും. അടുത്ത സെക്കൻഡ് ടൈം 3 ആകുമ്പോഴേക്കും ഇത് മ്യൂ ക്യൂബ് ബൈ 3 മൈനസ് 2 1 ഫാക്ടോറിയൽ. അടുത്ത് വരുമ്പോഴേക്കും ഇത് മ്യൂ റേസ് ടു 4 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതിൽ അടുത്ത ടൈം വരുമ്പോഴേക്കും നിങ്ങൾക്ക് n ഈക്വൽ ടു 1 മുതൽ കൂടെ കൊടുക്കുമ്പോഴേക്കും ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് മ്യൂ റേസ് ടു n ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴേക്കും മ്യൂ റേസ് ടു 1 ആകും. അതായത് മ്യൂ അടുത്ത ടൈം എന്ന് പറയുന്നത് മ്യൂ സ്ക്വയർ ബൈ 2 കൊടുക്കുമ്പോഴേക്കും 2 മൈനസ് 1 ഫാക്ടോറിയലാണ് വരുന്നത്. ഒരു അടുത്ത മ്യൂ ക്യൂബ് ആകുമ്പോഴേക്കും ഇവിടെ താഴെ വരുന്നത് 2 ഫാക്ടോറിയലാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ എഴുതാൻ കഴിയും. ഇതിനെ നമുക്കൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് മ്യൂ ഇൻറ്റു. അപ്പോൾ ഇതിനെ നമുക്ക് പരിചയമുള്ള ഒരു സമേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഇതിൽ മ്യൂ സ്ക്വയർ കോമൺ എടുക്കേണ്ടി വരും. അപ്പോൾ മ്യൂ സ്ക്വയർ കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് അടുത്തതെന്ന് പറഞ്ഞാൽ മ്യൂ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഈ രീതിയിൽ പോകും. ഒരു രണ്ടാമത്തെ ടൈമിൽ നിന്ന് നിങ്ങളൊരു മ്യൂ കോമൺ എടുക്കുന്നു. കിട്ടുന്നത് 1 പ്ലസ് മ്യൂ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. ഇത് നമുക്ക് പരിചയമുള്ള എക്സ്പ്രഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഇ റേസ്ഡ് മൈനസ് മ്യൂ, ഇതെന്ന് പറഞ്ഞാൽ മ്യൂ സ്ക്വയർ ഇൻറ്റു ഇത് ഇ റേസ്ഡ് മ്യൂ തന്നെയാണ്. സെക്കൻഡ് ടൈം ആകുമ്പോഴത്തേക്ക് മ്യൂ ഇ റേസ്ഡ് മ്യൂ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ഇ റേസ്ഡ് മൈനസ് മ്യൂ കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇ റേസ്ഡ് മൈനസ് മ്യൂ ഇൻറ്റു ഇ റേസ്ഡ് മ്യൂ 0 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ടൈം മ്യൂ പ്ലസ് മ്യൂ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ മ്യൂ കിട്ടുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ മ്യൂ പ്ലസ് മ്യൂ സ്ക്വയർ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വേരിയൻസിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മ്യൂ പ്ലസ് മ്യൂ സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ മ്യൂ ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്ക്വയർ മ്യൂ സ്ക്വയർ വരും. അപ്പോൾ ഈ രണ്ട് മ്യൂ സ്ക്വയർ ക്യാൻസലായി പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് മ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇതിൻ്റെ വേരിയൻസിൻ്റെ വാല്യൂ എത്രയായിട്ട് കിട്ടുന്നു? വേരിയൻസിൻ്റെ വാല്യൂ മ്യൂ ആണ്. അപ്പോൾ ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നിങ്ങൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മ്യൂ ആണ്. അതുപോലെ തന്നെ വേരിയൻസിൻ്റെ വാല്യൂ മ്യൂ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സും അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അതിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമ്മളിപ്പോൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ്ഡ് ടി എക്സ് ആണ്. അപ്പോൾ ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മ്യൂ റേസ്ഡ് എൻ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് മ്യൂ
ഇൻറ്റു ഇ റേസ് ടു ടി എൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ തന്നെയാണ്. അതിനെ നിങ്ങൾ ഇ റേസ് ടു ടി എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. കാരണം നമുക്കിതിൽ എന്നിലാണ് നമ്മുടെ സമ്മേഷൻ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇ റേസ് ടു മൈനസ് പി പുറത്തെടുക്കാം. നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ മ്യൂ റേസ് ടു എൻ ഇ റേസ് ടു ടി റേസ് ടു എൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മ്യൂ ഇ ടി ഈ എക്സ്പോണൻഷ്യൽ ടി ദി ഹോൾ റേസ്ഡ് എൻ എന്ന് എഴുതാൻ പറ്റും, ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഈ ഒരു സമ്മേഷൻ നമ്മൾ 1-2 തവണ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞാണ്. ഈ സമ്മേഷൻ എന്ന് പറയുന്നത് ഇ റേസ്ഡ് എക്സിൻ്റെ സമ്മേഷനാണ്. നമ്മൾ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഈ രീതിയിൽ നമ്മൾ എഴുതുന്നു അല്ലേ. അതായത് എക്സ് റേസ്ഡ് എൻ ബൈ എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇ റേസ്ഡ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മ്യൂ ഇ ടി ദി ഹോൾ റേസ്ഡ് എൻ ബൈ എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഇ റേസ്ഡ് ഇവിടെ എക്സിന് വരെ വന്നിരിക്കുന്നത് മ്യൂ ഇ റേസ്ഡ് ടി ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ മ്യൂ ഇ റേസ്ഡ് ടി എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു 2 ടേമിൽ നിന്നും ഒരു ഇ റേസ്ഡ് മ്യൂ കോമൺ എടുക്കാം. ഇ റേസ്ഡ് മ്യൂ കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത്, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇ റേസ്ഡ് എം ഇൻറ്റു ഇ റേസ്ഡ് എൻ എന്ന് പറഞ്ഞാൽ ഇ റേസ്ഡ് എം പ്ലസ് എൻ ആണ്. ഇവിടെ മൈനസ് മ്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മ്യൂ ഇ റേസ്ഡ് ടി മൈനസ് മ്യൂ എന്ന് എഴുതാം. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു മ്യൂ കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഇ റേസ്ഡ് മ്യൂ ഇൻറ്റു ഇ റേസ്ഡ് ടി മൈനസ് 1 ആണ്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഴുതാം. ഒരിക്കലും നിങ്ങൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ. അതിൽ ടിക്ക് വരും 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അല്ല എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിതിനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ടിക്ക് വരും 0 കൊടുക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. പിന്നെ നിങ്ങൾ ഇത് രണ്ടിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, വേരിയൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു മ്യൂ ആണ്. അതുപോലെ തന്നെ വേരിയൻസ് സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ മ്യൂ ആണ്. ഇത് രണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നും ഈ വാല്യൂസ് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് ദി റിലേഷൻ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള റിലേഷനാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ n ടെൻസ് ടു ഇൻഫിനിറ്റി അതുപോലെ p ടെൻസ് ടു 0 ആകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. So a Poisson distribution become a good approximation of the binomial distribution for a large number n of trials and a small probability p with the mu held constant. So in the limit n tends to infinity and p tends to 0, so that the mean value nb tends to mu stays finite, the binomial distribution becomes a Poisson distribution. അപ്പോൾ n-ന്റെ വാല്യൂ വളരെ ലാർജർ ക്വാണ്ടിറ്റി ആണ്, അതുപോലെ തന്നെ p-യുടെ പ്രോബിലിറ്റിയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യണമെന്നില്ല. നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെയിം റിസൾട്ട് തന്നെയായിരിക്കും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴേക്കും കുറേ കൂടെ ഫാക്ടോറിയൽസ് ഒക്കെ വരും. അപ്പോൾ പോയിസണിലാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. A person receives on average 1 email message per half hour interval. Assuming that emails are received randomly in time, find the probability that in any particular hour 0, 1, 2, 3, 4, 5 messages are received. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇവിടെ നോക്കിയാൽ നമ്മളൊരു ആവറേജ് എത്ര ഇമെയിൽ കിട്ടും എന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആവറേജ് ഒരു ഹാഫ് അവറിൽ ഒരു ഇമെയിൽ കിട്ടുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ അവറിൽ ഇമെയിൽ ഒന്നും കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ 1, 2, 3, 4, 5 ഇങ്ങനെ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറിൽ എത്ര ഇമെയിൽ കിട്ടുമെന്നുള്ളതാണ്. തന്നിരിക്കുന്നത് ഹാഫ് അവറിൽ ഒരു ഇമെയിൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഇൻ്റർവെല്ലിൽ നമുക്കൊന്ന് മാറ്റേണ്ടി വരും. നമുക്ക് വേണ്ടത് ഹാഫ് അവർ അല്ല 1 അവർ ഇൻ്റർവെല്ലിലാണ് നമുക്ക് നമ്മുടെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഇമെയിൽസ് റിസീവ് പെർ അവർ ആണ്. അപ്പോൾ അതിനെ നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ഏതൊക്കെയാകുന്നു? 0, 1, 2, 3, 4, 5
ഇങ്ങനെ ആകാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോബിലിറ്റിയുടെ വാല്യൂ പി ഓഫ് എക്സ് ഈക്വൽ ടു mu raised n ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് മ്യൂ ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂസ് ആണ് ഏതൊക്കെ 0, 1, 2, 3, 4, 5 എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് ഹാഫ് അവറിൽ ഒരു ഇമെയിൽ കിട്ടുമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് പക്ഷേ 1 അവറിൻ്റെ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിൽ എത്ര കിട്ടുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. 2 ഇമെയിൽസ് കിട്ടുമെന്ന് അസ്യൂം ചെയ്യാം. അതുകൊണ്ട് തന്നെ ദി മീൻ നമ്പർ ഓഫ് ഇമെയിൽസ് പെർ അവർ എത്രയായിട്ട് എടുക്കുന്നു? 2 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മളുടെ പ്രോബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിട്ട് കിട്ടുന്നു? പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ വിൽ ബി ഈക്വൽ ടു 2 raised n divided by n factorial into e raised minus 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഓരോ കേസും കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാൻഡം വേരിയബിൾ എത്രയാണോ? 0 ആണ്. ഒരു ഇമെയിൽ കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ എന്നിന് പകരം നമ്മൾ എത്ര കൊടുക്കുന്നു? 0 കൊടുക്കുന്നത്. അപ്പോൾ 2 raised 0 1 ആണ്. 0 factorial 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന e raised minus 2 ആണ്. നിങ്ങൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 0.135 ആണ്. അതുപോലെ അടുത്ത പി ഓഫ് എക്സ് ഈക്വൽ ടു 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 2 by 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് 2 എന്ന് കിട്ടും. അതിന് കിട്ടുന്ന വാല്യൂ നിങ്ങൾ അതിൻ്റെ 2 ടൈംസ് ആണ് ഇവിടുത്തെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.271 ആണ്. അടുത്ത പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ്. എക്സ് ഈക്വൽ ടു 2 ആകുമ്പോഴേക്കും ഇത് 2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ, അതായത് 4 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ, അതായത് അത് നമുക്ക് കിട്ടുന്നത് അത്ര തന്നെയാണ്. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുകൊണ്ട് തന്നെ 2 e raised minus 2 നമുക്ക് കിട്ടുന്നത് സെയിം വാല്യൂ തന്നെയാണ്, 0.271 തന്നെ കിട്ടും. അടുത്ത പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ആകുമ്പോഴേക്കുള്ള നമ്മുടെ വാല്യൂ ഇറ്റ് വിൽ ബി 2 raised 3 by 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് 2 ആണ്. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.180 ആണ്. ഇതുപോലെ നമുക്ക് അടുത്ത പി ഓഫ് എക്സ് ഈക്വൽ ടു 4 കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് 2 raised 4 by 4 ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.09 ആണ്. ഇനി ലാസ്റ്റ് വൺ ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5. ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് 2 raised 5 by 5 ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് 2 ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.036 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു പർട്ടിക്കുലർ കേസിൽ നിങ്ങൾ ആ ഒരു ഇൻ്റർവെൽ നിങ്ങൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പെർ അവറിലുള്ള വാല്യൂസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു അവറിൽ ആവറേജ് എത്ര മെയിൽ കിട്ടുന്നു അതാണ് നമ്മളുടെ മ്യൂവിൻ്റെ വാല്യൂ. ബാക്കി നിങ്ങൾ ഈ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആൻസറിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇതൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ടിപ്പിക്കലി റൈസസ് ആൻഡ് ദെൻ ഫോൾസ് അല്ലേ. നിങ്ങൾ നോക്കിയപ്പോഴേക്കും നിങ്ങൾ ആദ്യം ഇതിൻ്റെ വാല്യൂ 0.135, 0.27 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് 0.271 വന്ന് മാക്സിമം ആയി, പിന്നീട് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ജനറൽ നേച്ചറാണ്. It either has a maximum when x is equal to the integer part of mu, or if mu happens to be an integer, has equal maximal values at x equal to mu minus 1 and x equal to mu. അപ്പോൾ mu എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണെങ്കിൽ 2 വാല്യൂസിന് ഇതിൻ്റെ മാക്സിമം വരെ ഏതൊക്കെയാണ്? mu minus 1നും മ്യൂവിനും. ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. മ്യൂവിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് തന്നെ 2നും 2 minus 1, അതായത് നിങ്ങളുടെ റാൻഡം വേരിയബിൾ 1 ആയപ്പോഴും 2 ആയപ്പോഴും ഇതിൻ്റെ വാല്യൂ എന്താണ്? മാക്സിമം ആണ്. The Poisson distribution always has a long tail towards higher values of x, but the higher the value of the mean, the more symmetric the distribution becomes. ഇത് നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടിയാണ്. അടുത്ത ഒരു പ്രോബ്ലം കൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. The next one is for a radioactive samples, 10 decays are counted on an average in 100 seconds. Use the Poisson distribution to estimate the probability of counting 3 decays in 10 seconds. അപ്പോൾ ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ വിൽ ബി ഈക്വൽ ടു മ്യൂ റേസ്ഡ് എൻ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് മ്യൂ ആണ്. ഇവിടെ നിങ്ങൾ നോക്കി 10 സെക്കൻഡ്സിലുള്ള 10 സെക്കൻഡിൽ 3 ഡീക്കേസ് ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നപ്പോൾ എന്താണ്? 10 സെക്കൻഡ് ഇൻ്റർവെല്ലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 100 സെക്കൻഡിൽ ആവറേജ് എത്ര ഡീക്കേ നടക്കുന്നു? 10 ഡീക്കേസ് നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളിതിനെ ഒരു 10 സെക്കൻഡിൻ്റെ ലിമിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 10 സെക്കൻഡിൽ അപ്പോൾ എത്ര ഡീക്കേ നടക്കാം? 1 ഡീക്കേ നടക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ എത്രയായിട്ട് ഫിക്സ് ചെയ്യുന്നു? മ്യൂ അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു.
ഇനി നിങ്ങൾ നോക്കി ഇവിടെ നമ്മൾ 3 ഡീക്കേസ് ആണ് ഒബ്സർവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയായിട്ട് നമ്മൾ എടുക്കുന്നു? എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്നിൻ്റെ വാല്യൂ നമ്മൾ 3 ആയിട്ട് എടുക്കുന്നു. സോ നമ്മുടെ ഇക്വേഷൻ ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് മ്യൂ റേസ്ഡ് എൻ, 1 റേസ്ഡ് എൻ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് ഇ റേസ്ഡ് മൈനസ് മ്യൂ ഇ റേസ്ഡ് മൈനസ് 1 ബൈ എൻ ഫാക്ടോറിയലാണ്. അതായത് 1 ബൈ ഇ ഇൻറ്റു എൻ ഫാക്ടോറിയലാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് എക്സ് ഈക്വൽ ടു നമ്മൾ 3 കൗണ്ട്സ് ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും ഇതിന് വരെ നമ്മൾ എത്ര കൊടുക്കും? 3 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ബൈ ഇ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 6 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ 1 ബൈ 6 ഇ എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഇതിൽ നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.061 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പ്രോബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആവറേജ് പ്രോബിലിറ്റി അറിയാമെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഒരു ഇൻ്റർവെൽ എത്രയാണ് നിങ്ങൾക്ക് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തോണം. ഇവിടെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് 100 സെക്കൻഡിൽ 10 ഡി കെ എന്നുള്ളതാണ്. പക്ഷേ 10 സെക്കൻഡ്സിലെ 3 ഡി കെ ഒബ്സർവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ 10 സെക്കൻഡിൽ ഒബ്സർവ് ചെയ്യാൻ സാധ്യതയുള്ള ആവറേജ് എത്ര ഡി കെ വരും അതിനെയാണ് നമ്മൾ മ്യൂ ആയിട്ട് എടുക്കുന്നത്. തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിലാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഹാഫ് അവറിലുള്ള റിസീവ് ചെയ്യുന്ന ഇമെയിൽസ് ആയിരുന്നു. പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1 അവറിൽ ആവറേജ് എത്ര കിട്ടുന്ന 0 1 2 3 ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇങ്ങനെ ഇമെയിൽസ് വരാനുള്ള പ്രോബിലിറ്റി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 അവറിൽ ആവറേജ് എത്ര ഇമെയിൽസ് കിട്ടും അതാണ് നമ്മൾ മ്യൂവിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. ഈ രീതിയിൽ നിങ്ങൾക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോബിലിറ്റീസ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.